നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ളൊരു പുസ്തകമാണ്. ഡോക്ടർ ഡേവിഡ് ഫ്രോളിയുടെ താന്ത്രിക് യോഗ ആൻഡ് ദ വിസ്ഡം ഗോഡസ്. ഇതൊരു സാധാരണ പുസ്തക പരിചയപ്പെടുത്തലല്ല, മറിച്ച് അറിവിന്റെയും ആത്മീയതയുടെയും ഒരു പുതിയ ലോകത്തേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്കൊരു ചോദ്യത്തോടെ തുടങ്ങിയാലോ? തന്ത്ര എന്ന് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മിക്കവാറും നമ്മളിൽ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും, അല്ലേ? അതെ, നമ്മുടെ ആദ്യ ഭാഗം അതാണ്. തന്ത്ര, ലൈംഗികതയ്ക്കപ്പുറം. ഈ വിഷയത്തെക്കുറിച്ച് പൊതുവെയുള്ള ധാരണകൾക്കപ്പുറം എന്താണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലേക്ക് തന്ത്ര എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ: സെക്സ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ സത്യമതല്ല. ഈ ആധുനിക കാഴ്ചപ്പാടുണ്ടല്ലോ, അത് അതിവിശാലമായ ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ വളരെ ചെറിയ, അതും പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളെയാണ് നമ്മളിന്ന് പൊളിച്ചെഴുതാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ഈ തെറ്റിദ്ധാരണകളെ ഒന്ന് തിരുത്താം. ഈ പുസ്തകത്തിലെ അറിവുകൾ വെച്ച് തന്ത്രയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, ഈ വ്യത്യാസം വളരെ ക്ലിയറാണ്. ഒരു വശത്ത് നമ്മൾ കാണുന്നത് പോപ്പ് കൾച്ചർ തന്ത്ര, അതായത് കുറേ സെക്ഷൽ ടെക്നിക്കുകൾ, ഒരു ന്യൂ ഏജ് ഫാഷൻ, സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ മറുവശത്ത് നോക്കിയാലോ, പരമ്പരാഗത തന്ത്ര, അത് തീർത്തും വ്യത്യസ്തമാണ്. അതൊരു പുരാതന ആത്മീയ പാതയാണ്, ആഴത്തിലുള്ള ഒരു ഭാരതീയ പാരമ്പര്യം. അതിന്റെ ലക്ഷ്യമോ ആത്മസാക്ഷാത്കാരം. പുസ്തകത്തിന്റെ ആമുഖത്തിൽ ജോർജ് ഫ്യൂസ്റ്റീൻ പറഞ്ഞ ഈ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. സംഗതി ലൈംഗികതയെക്കുറിച്ചല്ല, മറിച്ച് ആ ലൈംഗിക ഊർജ്ജത്തെ എങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. ഈ ലൈംഗികത മാത്രം എന്ന ധാരണയെ തകർക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കി. മഹായോഗിയായിരുന്ന ശങ്കരാചാര്യർ, ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ, പിന്നെ ശങ്കരാചാര്യരുടെ വേദാന്തം പിന്തുടരുന്ന എത്രയോ സന്യാസിമാർ. ഇവരെല്ലാം തന്ത്രയുടെ വലിയ ഉപാസകരായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ തന്ത്ര ലൈംഗികതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ചാൽ എന്താണ് ശരിക്കും തന്ത്ര? അതാണ് നമ്മുടെ അടുത്ത ഭാഗം: ഊർജ്ജസ്വലമായ ഒരു ആത്മീയ പാത. സിംപിളായി പറഞ്ഞാൽ, തന്ത്ര എന്ന് പറയുന്നത് ആത്മീയതയിലേക്കുള്ളൊരു എനർജറ്റിക് അപ്രോച്ചാണ്. മന്ത്രം, പൂജ, ധ്യാനം പോലുള്ള ടെക്നിക്കുകളിലൂടെ നമ്മളിലെ ആ ദിവ്യമായ അംശത്തെ തിരിച്ചറിയുക, അതാണിതിന്റെ കാതൽ. തന്ത്രയുടെ ഹൃദയം എന്ന് പറയുന്നത് ദേവി ഉപാസനയാണ്. ദേവിയെ ഈ പ്രപഞ്ചത്തിന്റെ പരമമായ ശക്തിയായി കണ്ട് ആരാധിക്കുക. ആ ദിവ്യമാതാവിനോടുള്ള ഭക്തിയാണ് ഈ വഴിയുടെ അടിസ്ഥാനം. ഇനി നമുക്ക് തന്ത്രയുടെ വളരെ വിപ്ലവകരമായ ഒരു ഫിലോസഫിയെക്കുറിച്ച് സംസാരിക്കാം. ഇത് മറ്റു പല ആത്മീയ പാരമ്പര്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്: തന്ത്രയുടെ കാഴ്ചപ്പാടിൽ ശരീരമൊരു തടസ്സമല്ല, മറിച്ച് അതൊരു ക്ഷേത്രമാണ്. ദൈവികത കുടികൊള്ളുന്ന, അനുഭവങ്ങൾ നേടാനുള്ള ഒരു വിശുദ്ധമായ ഉപകരണം. രണ്ടാമത്തെ കാര്യം, തന്ത്രലോകത്തെ ഒരു മായയോ മിഥ്യയോ ആയി കാണുന്നില്ല. നേരെ മറിച്ച് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ആ ദിവ്യമായ ബോധത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് ലോകത്തെ തള്ളിക്കളയുകയല്ല, ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ വികാരങ്ങളെ കാണുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. ദേഷ്യം, സ്നേഹം, ദുഃഖം, ഇതിനെയൊന്നും അടക്കി വെക്കേണ്ട ഒന്നായിട്ടല്ല തന്ത്ര കാണുന്നത്. പകരം അതിനെയൊക്കെ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന കോസ്മിക് എനർജികളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ കാതലായ വിഷയത്തിലേക്ക് കടക്കുകയാണ്. താന്ത്രിക ജ്ഞാനം ഓരോ രൂപം ധരിച്ചാൽ എങ്ങനെയിരിക്കും? നമുക്ക് ആ ദിവ്യരൂപങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ദശമഹാവിദ്യ, അതായത് ജ്ഞാനത്തിന്റെ 10 മഹാരൂപങ്ങളായ ദേവതമാർ. ഇവരാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ആത്മീയ വഴിയുടെ കേന്ദ്രബിന്ദു. ഇവിടെ കാണുന്നതുപോലെ ഓരോ ദേവിയും ആ വലിയ ദിവ്യമാതാവിന്റെ ഓരോ ഭാവമാണ്, ഓരോ ശക്തിയാണ്. ഓരോ ദേവിയും ജ്ഞാനത്തിലേക്കുള്ള ഓരോരോ പ്രത്യേക വഴികളാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഈ ദേവതാ സങ്കല്പങ്ങളുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കാളി ആരാണ്? കാലവും മാറ്റവുമാണ്. പഴയതിനെ ഇല്ലാതാക്കി പുതിയതിന് വഴിയൊരുക്കുന്ന ശക്തി. ഭുവനേശ്വരിയോ? ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ആ വലിയ സ്പേസ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ശാന്തത. ഇനി ത്രിപുലസുന്ദരി, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവും ശുദ്ധ